ഹലോ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. അടുത്ത് തന്നെ വരാൻ പോകുന്ന വിശേഷങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിക്രത്തിനെ ഇപ്പം കാണാതായിരിക്കുകയാണല്ലോ. വിക്രത്തിൻ്റെയും വേദയുടെയും താലികെട്ടൊക്കെ അങ്ങ് തീരുമാനിച്ച് കഴിയുമ്പം വിക്രത്തിനെ കാണാതാവുകയാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ വേദയും വീട്ടുകാരും എല്ലാവരും അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വിക്രം ഇത് എവിടെ പോയി എന്നുള്ളത്. അതേസമയം വിക്രത്തിനൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ്. അതും നമ്മുടെ ശ്രീകാന്ത് ചെയ്യുന്ന പണിയാണ് കേട്ടോ. അതിനുശേഷം വേറൊരു പണി കൂടി അവിടെ രാധ ഒപ്പിക്കുന്നുണ്ട്. വിക്രത്തിനെക്കുറിച്ച് വീട്ടുകാരോടൊന്നും പറയാതെ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. താലികെട്ട സമയം കഴിഞ്ഞിട്ട് പറയാമെന്നുള്ള രീതിയിലാണ് രാധ ചെയ്യുന്നത്. രാധ ആ ചതി ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അത് നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ വേദയും കൂടി പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം രാധയോട് പറയുന്നുണ്ട്, നീ ചെയ്തത് ശരിയായില്ല. ഇത് വേദയാണ് എൻ്റെ പെണ്ണ്. നാളെ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുക തന്നെ ചെയ്യും തീർത്ത് പറയാണ്. അപ്പം നമ്മുടെ രാധ അങ്ങ് തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വിക്രത്തിനെ കാണാതെ ആകെ മൊത്തം പരിഭ്രാന്തിയിലാണ് എല്ലാവരും. അനിയൻകുട്ടനും ജോസഫും എല്ലാവരും പറയുന്നുണ്ട്, വിക്രം എവിടെയാണ്? 2 ദിവസമായിട്ട് വിക്രത്തിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. അപ്പോൾ അവർ തന്നെ പറയാ, ഒന്നെങ്കിൽ ശ്രീനി സാറിൻ്റെ കൂടെ കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ അവൻ്റെ കല്യാണമല്ലേ വരുന്നത്. ആ കല്യാണത്തിനൊന്നും നിന്നു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ സ്വയം എങ്ങോട്ടെങ്കിലും മാറിയതായിരിക്കും എന്ന് അവർ പറയാണ് കേട്ടോ. അതുപോലെ തന്നെ വീട്ടിലും എല്ലാവരും ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അതേസമയം നമ്മുടെ വേദ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ വേദയുടെ മനസ്സിൽ ഇതാ ചിന്ത, വിക്രമാണെങ്കിൽ ഇന്നലെ വീട്ടിൽ വന്നുമില്ല, ഇന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ, വിക്രത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ വേദ കിടക്കുന്നത്. അതുപോലെ വിവാഹവും അടുത്ത് വരികയല്ലേ. വേദ ആ സമയത്ത് ഒരു സ്വപ്നം കാണുവാണ്, എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റുന്ന പോലെ വിക്രത്തിന്. വേദ പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് ചെന്ന് വിളിക്കുന്നുണ്ട് ശ്രീചേച്ചിയൊക്കെ. എന്നിട്ട് പറയാണ്, ശ്രീചേച്ചി വിക്രം ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയുമ്പം ശ്രീജ പറയാണ്, അത് പിന്നെ അവൻ ചിലപ്പോഴൊക്കെ അങ്ങനെയല്ലേ, 1-2 ദിവസം വരാതൊക്കെ ഇരിക്കാറുണ്ട് വേദയെന്ന് പറയുക. അപ്പോൾ വിശ്വവും പറയാണ്, അത് നേരാ വേദേ, ഒന്നും വിക്രം വീട്ടിൽ വരാറില്ല, നേരത്തെ ഇങ്ങനെയൊക്കെ ഉള്ളതാ, ആ ശ്രീനിവാസൻ സാറിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതല്ല ചേട്ടാ, എനിക്കെന്തോ ഒരു പേടി പോലെ, വിവാഹമൊക്കെ അടുത്ത് വരികയല്ലേ, എന്നിട്ടും വിക്രത്തിനെ ഇങ്ങനെ കാണാതാവുമ്പം അവൻ തിരിച്ചു വരുമെന്നേ, വേദ സമാധാനത്തോടെ പോയി കിടക്ക്, ഞാനൊരു ദുസ്വപ്നം കണ്ടു എന്ന് പറയാണ് വേദ. അപ്പം വിശ്വം കളിയാക്കാണ്, എന്ത് ദുസ്വപ്നം കാണാനാ, വിവാഹം അടുത്ത് വരികയല്ലേ, നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് പോയി കിടക്കുന്നേ. അങ്ങനെ വേദ പോയി കിടക്കുകയാണ്. എന്നിട്ടും വേദയുടെ മനസ്സിൽ ആകെ മൊത്തം ഒരു ടെൻഷനാണ്. വിക്രത്തിനെ ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് കേട്ടോ വേദ വിചാരിക്കുന്നത്. അതേസമയം മുത്തശ്ശിയൊക്കെ അവിടെ എത്തുകയാണ്. അതായത് അച്ചമ്മ വന്ന് വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്ന് വേദയെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ചമ്മ ചോദിക്കുക, വേദേ എവിടെ വിക്രത്തിനെ കുറിച്ചൊരു വിവരവും ഇല്ലല്ലോ, അവന് ഇന്നലെയും കണ്ടില്ല, ഇന്ന് ഇതുവരെയും കണ്ടില്ല, അവനെവിടെ എന്ന് ചോദിക്കുമ്പം വേദ പറയാണ്, അതറിയില്ല അച്ചമ്മേ, വിക്രത്തിനെ 2 ദിവസമായിട്ട് കാണുന്നില്ല. അപ്പോൾ അച്ചമ്മ പറയാ, അവൻ വിവാഹത്തിന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്ന് ചോദിക്കുക. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതൊന്നും ആയിരിക്കില്ല, വിക്രത്തിന് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് എനിക്കൊരു പേടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് വേദ ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തിട്ട് നേരെ ശ്രീകാന്തിനെ വിളിക്കുകയാണ് കേട്ടോ. വേദയുടെ മനസ്സിൽ ശ്രീകാന്ത് ഇതിനെതിരെ നിൽക്കുമെന്നറിയാം. ശ്രീകാന്ത് എന്തെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം വേദയ്ക്കുണ്ട്. എന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുക, ശ്രീകാന്തേട്ടൻ വിക്രത്തിനെ കണ്ടോ? അല്ല, വിക്രം 2 ദിവസമായിട്ട് വീട്ടിൽ വന്നിട്ടില്ല, ശ്രീകാന്തേട്ടൻ ഈ വിവാഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പം വിക്രത്തിന് എന്തെങ്കിലും നിങ്ങൾ ചെയ്തോ? അപ്പോൾ ഉടനെ ശ്രീകാന്ത് പറയാ, എന്താ വേദ ഈ പറയുന്നത്, എനിക്ക് ഈ വിവാഹത്തിന് എന്താ താല്പര്യക്കുറവ്, 2 കുടുംബക്കാരും കൂടെ തീരുമാനിച്ചതല്ലേ, പിന്നെ ഞാൻ എതിര് നിന്നിട്ടും എന്താ കാര്യം, അച്ഛൻ്റെ തീരുമാനമല്ലേ, പിന്നെ ഞാൻ വിക്രത്തിനെ എന്തിനപായപ്പെടുത്തണം, നിന്റെ വിധി അതാണേ അത് തന്നെ നടക്കലേ ഉള്ളൂ, ഞാൻ വിക്രത്തിനെ അപായപ്പെടുത്തിയിട്ടുമില്ല, എൻ്റെ കൂടെ അവനോട്ട് ഇല്ല താനും എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്തായാലും ഇതിൻ്റെ എന്തെങ്കിലും പിറകിൽ ശ്രീകാന്തേട്ടൻ ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കേണ്ടി വരും എന്ന് പറയാണ്. എന്നിട്ട് ഫോണൊക്കെ കട്ട് ചെയ്യുക. അപ്പോൾ ശ്രീകാന്തൻ്റെ മനസ്സിലും ഇതിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇവക്കിത് മനസ്സിലായിട്ടുണ്ടാവുമോ എന്തോ, അവൻ എവിടെ പോയി വണ്ടി ഇടിച്ചിട്ടെന്നുള്ളത് സത്യമാണ്, അതിനുശേഷം അവന് എന്ത് പറ്റിയെന്നുള്ളത് അറിയില്ലല്ലോ, ഇവനിതെങ്ങോട്ട് പോയി, ആരാ ഇവനെ എടുത്തിട്ട് പോയത്, ആകെ മൊത്തം ഇതൊരു പണിയാവുക, എന്തായാലും വിവാഹം മുടങ്ങിയാൽ മതി എന്ന് ശ്രീകാന്തും വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയം
വേദ കാണുകയാണ് കേട്ടോ. 2-3 പ്രാവശ്യം നമ്മുടെ ജീന വിളിച്ചിട്ടുണ്ട് വേദയുടെ ഫോണിലേക്ക്. അപ്പോഴൊന്നും വേദ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ജീനയെ തിരിച്ചു വിളിക്കുകയാണ് വേദ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ജീനയെ വിളിച്ചത്? 2-3 മിസ് കോളൊക്കെ കണ്ടു, ഞാൻ ഇപ്പോഴാണ് കണ്ടത്, അതാ തിരിച്ചു വിളിച്ചത് എന്ന് ചോദിക്കുമ്പം ജീന പറയാണ്, അത് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ആ വിക്രത്തിൻ്റെ കാര്യമാണ് പറയാൻ വിളിച്ചത്. അത് രാധ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതുകൊണ്ടാണ് പിന്നെ ഞാൻ വിളിക്കാതിരുന്നേന്ന് പറയാ. അപ്പോൾ ഉടനെ വേദ ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യമാണ് വിക്രത്തിൻ്റെ? രാധയൊന്നും പറഞ്ഞില്ലല്ലോ, വിക്രം എവിടെയാ ഉള്ളത്? അപ്പം ഉടനെ തന്നെ ജീന പറയാ, അതെ, വിക്രത്തിനൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ രാത്രിയിൽ ഓട്ടം കഴിഞ്ഞ് വരുമ്പം വിക്രം വഴിയിൽ ബോധമില്ലാതെ കിടക്കുന്ന കാണുകയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ രാധയും കുട്ടി വിക്രത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. അപ്പോൾ വിളിച്ചതായിരുന്നു. അപ്പോൾ ഫോൺ എടുക്കാതിരുന്നതുകൊണ്ട് രാധയോട് ഞാൻ പറഞ്ഞിരുന്നു വിവരങ്ങൾ വിളിച്ച് വേദയെ അറിയിക്കണമെന്ന്. രാധ അതെല്ലാം പറഞ്ഞിട്ടുണ്ട് വീട്ടിലെന്നാണല്ലോ പറഞ്ഞത്. വിക്രത്തിൻ്റെ അടുത്തിരിക്കുന്നതും രാധ തന്നെയാ. ഞാനോർത്തു നിങ്ങളെല്ലാവരും അറിഞ്ഞതായിരിക്കുമെന്ന്. ഇതിപ്പം അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുമ്പം ഉടനെ തന്നെ വേദയും മുത്തശ്ശിയോട് ഈ കാര്യമൊക്കെ പറയാ. അപ്പോൾ ഉടനെ തന്നെ അച്ചമ്മ പറയാണ്, അതെ, എനിക്ക് തോന്നിയിരുന്നു ഇങ്ങനെയായിരിക്കുമെന്ന്, നമുക്ക് നേരെ രാധയുടെ അടുത്തേക്ക് പോകാമെന്ന് പറയാം. അപ്പോൾ ജീന ഓട്ടോയുമായിട്ട് വരികയാണ് കേട്ടോ. അപ്പം അച്ചമ്മയും അതുപോലെ വേദയും കൂടി രാധയെ കാണാനായിട്ട് രാധയുടെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പോൾ രാധയാണെങ്കിൽ വിക്രത്തിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങുവാണ് ഫുഡൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ രാധയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ ഈ ഫുഡൊക്കെ ആർക്കാ കൊണ്ടുപോകുന്നേ? അതെൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇവർ വന്ന് ഇറങ്ങുന്ന കാണുമ്പോൾ രാധ അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ അച്ചമ്മ വന്നിട്ട് രാധയോട് ചോദിക്കുന്നുണ്ട്, എടി, നീ വിക്രത്തിനെ എവിടെയാടി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? വിക്രം ആശുപത്രിയിലായിട്ടും നീ എന്താടി ഞങ്ങളോട് പറയാതിരുന്നത്? നീ മനഃപൂർവ്വം മറച്ചു വെച്ചതല്ലേ? നീ അല്ലേ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രാധ പറയാണ്, അത് ശരിയാണ്, എന്നോട് ജീന പറഞ്ഞതാ വിളിച്ച് പറയണമെന്ന്. ഞാൻ ആ കാര്യം വിട്ടുപോയി വിളിച്ച് പറയാൻ. നീ അങ്ങനെ വിട്ടുപോകാൻ പാടുണ്ടോ? വിക്രത്തിൻ്റെ ഭാര്യയല്ലേ ഇവള്, ഈ വേദ. എന്നിട്ട് നീ അവളെ വിളിച്ച് വിവരം അറിയിച്ചില്ലേ? നീ എന്തിനാ വിക്രത്തിൻ്റെ അടുത്ത് കൂട്ടിയിരിക്കുന്നത്? ഇവളല്ലേ ഇരിക്കേണ്ടത്. നീ പിന്നെ എന്തിനാടി അവന് ഭക്ഷണമായിട്ട് അങ്ങോട്ട് പോകുന്നത്? ഇതൊക്കെ നിന്റെ കയ്യിലിരിപ്പാ. നിനക്ക് ഈ വിവാഹം മുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മനഃപൂർവ്വം നീ വിക്രത്തിനെ ഒളിപ്പിച്ച് വെച്ചതല്ലേടി എന്നൊക്കെ ചോദിച്ച അച്ചമ്മ വേദയുടെ രാധയുടെ ചെവിയിലൊക്കെ ഇങ്ങനെ തിരുമുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയടി, ഏത് ആശുപത്രിയിലാണേലും അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് അച്ചമ്മയും അതുപോലെ വേദയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. രാധയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വിക്രമാണെങ്കിൽ ഹോസ്പിറ്റലിലാണ്. വിക്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഈ അപകടം നടന്നത് ശ്രീകാന്താണ് ഇത് ഒപ്പിച്ചത്. ഈ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്തിൻ്റെ പണി തന്നെയാണ്. ശ്രീകാന്തിൻ്റെ വണ്ടി വന്നിടിക്കുന്നത് എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. പിന്നെ അതിന് ശേഷമാണ് എൻ്റെ ബോധം പോയത്. അപ്പം ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കാതിരിക്കണം, അതിനു വേണ്ടിയാണ് അവനങ്ങനെ ചെയ്തത്. എന്തായാലും എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ അവൻ. ഈ വിവാഹം നടക്കുക തന്നെ ചെയ്യും. ഞാൻ വേദയുടെ കഴുത്തിൽ താലി കെട്ടുക തന്നെ ചെയ്യും. അങ്ങനെ അവൻ്റെ കുരുട്ടുബുദ്ധിയും അസൂയൊന്നും നടക്കത്തേയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ വിക്രം മനസ്സിൽ. ആ സമയത്താണ് വാതിൽ തുറന്ന് അച്ചമ്മയും വേദിയും കയറി വരുന്നത്. അപ്പോൾ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് വിക്രം. കൂടെ രാധയുണ്ട് ആകപ്പാടെ ചമ്മി നാറിയ മട്ടിൽ. അപ്പോഴേക്കും ഉടനെ അച്ചമ്മ പറയാം, മോനെ വിക്രം, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താ മോനെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രം പറയാണ്, അത് വഴിക്കൂടെ വന്ന ഏതോ ഒരു വണ്ടി അത് ഇടിച്ചിട്ടതാണെന്ന് പറയാം. എടാ, വിവാഹമൊക്കെ അടുത്തിരിക്കുകയല്ലേ, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്താകുമെന്ന് അറിയാൻ പറ്റുമോ? അപ്പോൾ വിക്രം പറയണം, അതൊന്നും കുഴപ്പമില്ല അച്ചമ്മേ എന്ന് പറയാം. അങ്ങനെ രാധ അപ്പോൾ അവിടെ നിൽക്കുകയാണ്. അപ്പം വേദയും അച്ചമ്മയും കൂടെ സത്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഈ രാധ ഇതുവരെ ഈ കാര്യം ഞങ്ങളോട് ആരോട് പറഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ ഇവള് വന്നേനെ. ഈ രാധ ഇവളാണോ നിൻ്റെ അടുത്തിരിക്കേണ്ടത്? നിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതും ശുശ്രൂഷിക്കേണ്ടതും ഒക്കെ വേദയല്ലേ, രാധയാണോ? അടുത്ത ദിവസം നിങ്ങളുടെ വിവാഹം വീണ്ടും നടത്തുകയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നിങ്ങളെ ആരെയും അറിയിച്ചിട്ട് വന്നില്ല, നിങ്ങൾക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും വരാത്തത് എന്ന് ഞാൻ വിചാരിച്ചു. അച്ഛൻ വീട്ടിലായിരിക്കുമെന്നും വിചാരിച്ചു എന്ന് പറയാം. എന്നിട്ട് നീ എന്താ ഫോൺ വിളിക്കാതിരുന്നേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാൻ 2 ദിവസമായിട്ട് വയ്യാതെ കിടക്കുമായിരുന്നു. ഫോൺ രാധയുടെ കയ്യിലായിരുന്നു. എനിക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ ബോധം വീണത്. അപ്പോൾ രാധ പറഞ്ഞു, അവരെയൊക്കെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് എല്ലാവരും വരുമായിരിക്കുമെന്ന്. അതുകൊണ്ട് നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ച് ഞാനിങ്ങനെ കിടക്കുമായിരുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, രാധ ഇവള് പെരും കള്ളിയാ,
നിന്റെയും വേദയുടെയും വിവാഹം നടക്കാതിരിക്കാൻ അവൾ ഫോൺ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഈ വിവരം അന്ന് തന്നെ വിളിച്ച് പറയണമെന്ന് ജീന പറഞ്ഞിട്ട് ഇവൾ വീട്ടിൽ അറിയിച്ചേയില്ല. ഇപ്പം ഞങ്ങൾ ജീനയെ വിളിച്ച് വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ മനസ്സിലാക്കുകയാണ് വിക്രം രാധയുടെ കാര്യം. എന്നിട്ട് രാധയോട് ചോദിക്കുന്നുണ്ട്, എടി നീ എന്താടി വിളിച്ച് വീട്ടിൽ പറയാതിരുന്നത്? ഇവരെ അറിയിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമല്ലേ? നീ പിന്നെ എനിക്ക് എന്തിനാ കൂട്ടിയിരിക്കാൻ വന്നത്? എന്താ രാധ നീ വിചാരിച്ചത്? ഇനി നാളത്തെ വിവാഹം മുടക്കിയാൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കുമെന്ന് വിചാരിച്ചോ? ഞാൻ രാധ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, നിന്നെ ഇനി ഒരിക്കലും എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നുമില്ല. ഇനിയിപ്പം വേദയായിട്ടുള്ള വിവാഹം മുടങ്ങിയാലും നിന്നെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. പിന്നെന്തിനാ നീ ഇങ്ങനെയുള്ള പണി ഒപ്പിക്കുന്നത്? നിനക്ക് നാണമില്ലേ രാധേ എന്നൊക്കെ ഇങ്ങനെ വിക്രം ചോദിക്കുകയാണ്. അപ്പോൾ വേദ അടുത്തുണ്ട്. വേദ പറയാണ്, ഇതൊക്കെ മോശമല്ലേ രാധേ? നാളെ ഞങ്ങളുടെ വിവാഹമല്ലേ? എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കളി നീ കളിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്നൊക്കെ പറയുമ്പം അത് വിക്രം ഞാൻ എന്നൊക്കെ പറയുമ്പോൾ വിക്രം പറയാണ്, രാധേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഞാൻ വീണ്ടും നാളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടി വേദയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോവാണ്. നീ നിന്റെ മനസ്സിലുള്ള ഈ വേണ്ടാത്ത ചിന്തയും മോഹങ്ങളും ഒക്കെ ഉപേക്ഷിക്കുക. ഇനി വേദയാണ് എൻ്റെ ഭാര്യ, എല്ലാം കൊണ്ടും വേദ എൻ്റെ ഭാര്യയാണ്, അല്ലാതെ നീ അല്ല. അത് ഓർത്ത് സ്വപ്നം കണ്ട് നീ നടക്കാനും പോകണ്ട എന്ന് പറയാണ്. അപ്പം നമ്മുടെ രാധയ്ക്ക് അങ്ങ് വിഷമമായിട്ട് രാധ കരഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്